എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട കലുമക്കായിയുടെ ആ ഒരു ശേഖരം തന്നെയാണ് അവിടെ ഉള്ളത്. ഇപ്പൊ ഓഫ് സീസൺ ആണ്, ഹാർവസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. മഴക്കാലത്തിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഹാർവസ്റ്റ് സീസൺ വരുന്നത്. ഈ കാണുന്ന ഏരിയകളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ഓയിസ്റ്റേഴ്സ് അഥവാ കലുമക്കായി വളർത്തിയെടുക്കുന്നത്. വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നത് ചെമ്മീൻ വളർത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇടമാണ്. ആൻഡ് ഓൾസോ തൊട്ടിപ്പുറത്ത് വളരെ മനോഹരമായിട്ടുള്ള കായലുണ്ട്. ശരിക്കും ഈ നാടിന്റെ ഭംഗി നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഇത്തരത്തിൽ നാടിന്റെ നടുവിലൂടെ നടന്നു തന്നെ കാണണമെന്നാണ് ഞാൻ പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തൊരു ഹോം സ്റ്റേ ഉണ്ട്. ആൻഡ് എൻ്റെ പുറകിലായിട്ട് ഇവിടെ കാണുന്നത് ഏറുമാടം സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആസ്വദിച്ച് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഈ 2017-18 വർഷത്തില് ഒരു 4 കോടിയോളം രൂപയാണ് ടൂറിസത്തിലൂടെ വരുമാനം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഈ കഴിഞ്ഞ വർഷം, അതായത് 2024-25 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 21 കോടിയോളം രൂപയുടെ വരുമാനമാണ് സർക്കാരിന് ടൂറിസത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് സ്ത്രീകളാണ് ഈ ഒരു ഷീ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ വിവിധ മേഖലകളിൽ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. വലിയ പറമ്പിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ശരിക്കും റെസ്പോൺസിബിൾ ടൂറിസവുമായി ബന്ധപ്പെട്ട ഏതാനും ചുരുങ്ങിയ കാഴ്ചകൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ കണ്ടതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും മൊത്തത്തിലുള്ള ഒരു ആംബിയൻസും. ഇതൊക്കെ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും തീർച്ചയായിട്ടും ലോകത്തിന്റെ വിവിധ കോണിലുള്ള എല്ലാ പ്രിയപ്പെട്ട സഞ്ചാരികളെയും ഞങ്ങൾ വലിയ പറമ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഇടം തന്നെയാണിത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ്